സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, യുവ ഫോർ ജീസസിൻ്റെ ഒരു സെഷനാണ്. നമ്മൾ ഒത്തിരി നാളുകളായി യുവയുടെ സെഷൻസ് കൊണ്ടുവന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനേക ചെറുപ്പക്കാർ, അനുഗ്രഹീതമാകുന്ന ജീവിതാനുഭവങ്ങളുള്ള അനേക ചെറുപ്പക്കാർ, അവരുടെ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എൻ്റെ കഥയിലോ വിറ്റ്നസ്സിലോ ഒക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി, യുവയുടെ സെക്ഷൻ നമുക്കൊത്തിരി ബ്ലെസ്സിങ് ഉള്ളതാണ്, ചെറുപ്പക്കാർക്ക് അനുഗ്രഹമായിട്ടുള്ളതാണ്, അത് തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ നമ്മൾ യുവയുടെ ഒരു സെഷൻ കൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവെക്കാൻ ഒരു പ്രിയ യൗവനക്കാരൻ കടന്നു വന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന പ്രിയ മകനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ശക്തി ഞങ്ങൾ ഓരോരുത്തരും ഈ സെഷനിൽ അനുഭവിക്കണം. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയുണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ട്, വൻ കാര്യങ്ങളെ ചെയ്താട്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളോടൊപ്പം ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് കേരളത്തിൽ മലപ്പള്ളിയിൽ നിന്നും പ്രിയപ്പെട്ട റെമിൻ മാത്യു അലക്സ് ആണ്. നല്ലൊരു ജീവിതാനുഭവമാണ്. വളരെ പ്രാർത്ഥനയോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ സ്നേഹത്തോടു കൂടെ പ്രിയ റെമിനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം റെമിൻ. പ്രൈസ് ദി ലോർഡ്. Thank you so much, Uncle, for having me here. അതെ, മല്ലപ്പള്ളിയിലാണല്ലേ? Yes, Pastor. പക്ഷേ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. Actually, കേരളത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു ഷോർട്ട് ടൈം ആയിരുന്നു. ഞാൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് പൂനെയിലായിരുന്നു. ഓക്കെ. അവിടെ ഞങ്ങൾ സിംഗപ്പൂരിൽ പോയി. ദെൻ ഇപ്പോഴാണ് ഞങ്ങള് കേരളത്തിൽ നിന്ന് സെറ്റിൽ ആയി വരുന്നത്. ശരി ശരി, ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പൂന, സിംഗപ്പൂർ, അപ്പം മലയാളവുമായിട്ടുള്ള ബന്ധം അങ്ങനെ കുറവല്ലേ? ഹിന്ദിയും മറാഠിയൊക്കെ നന്നായിട്ട് പറയുമായിരിക്കുമല്ലോ. മറാഠി പറയും. കാരണം പൂനാക്കാർ മറാഠി പറയും. ഞങ്ങൾ ബോംബെക്കാർ പറഞ്ഞില്ലെങ്കിലും. നല്ലൊരു കാര്യം അത് കേട്ടോ. എനിക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹമുണ്ട് മറാഠി പഠിക്കണമെന്ന്. കാരണം ഇപ്പോഴും ബോംബെയിലാണെങ്കിലും പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഈ മഹാരാഷ്ട്രീയൻസ് മറാഠിയിലേ സംസാരിക്കത്തുള്ളൂ. നമ്മള് ഹിന്ദിയിൽ ചോദ്യം ചോദിച്ചാൽ അവർ ഉത്തരം പറയുന്നത് മറാഠിയിലാണ്. നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു, നമ്മളെ കൂടെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ദിവസങ്ങളിൽ മറാഠി അത്യാവശ്യം പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പഠിച്ചതെല്ലാം ഇപ്പോൾ എവിടെയാ? പൂനെയിലാണോ അതോ? ഞാൻ എൻ്റെ 7th വരെ പൂനെയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഗോഡ്സ് പ്ലാൻ, അവിടുന്ന് മമ്മി സിംഗപ്പൂരിലായിരുന്നു ആ ടൈമിൽ. അപ്പൊ ഞങ്ങള് ഫാമിലിയായി സിംഗപ്പൂരിലോട്ട് മൈഗ്രേറ്റ് ആയി. എന്റെ 6 to 10 ഞാൻ സിംഗപ്പൂരിലാണ് എന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയ്തത്. ആൻഡ് ഫ്രം ദയർ ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. 11th and 12th നാട്ടിലാ ചെയ്തത്. അപ്പൊ ഒരു ചെറിയ ഹിന്റ് കിട്ടി മലയാളത്തിന്റെ, അങ്ങനെ ഒരു ജസ്റ്റ് നൈസ്. അപ്പൊ 11th 12th 2 years ആയിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ കർണാടകയിലോട്ട് മാറി എന്റെ കോളേജ് സ്റ്റഡീസിനൊക്കെ, ഫർദർ സ്റ്റഡീസിന് വേണ്ടി. ശരി, എന്തായാലും ഈ മലയാളം നമുക്ക് സാക്ഷ്യം പറയാൻ ഇനഫാ. ബിക്കോസ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ അതെ, അപ്പം ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ബിക്കോസ് ഈ ഓഫ് ദിസ് ഹെൽത്ത് കണ്ടീഷൻ ഇപ്പം ഞാൻ ജസ്റ്റ് ട്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നഴ്സിംഗ് ട്യൂട്ടർ. ശരി. ഫോർ ദ ടൈം ബീയിങ്. അപ്പം മുമ്പോട്ട് ദൈവം ലീഡ് ചെയ്യുന്നത് പോലെ ഒരു സിറ്റുവേഷൻ. ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചലഞ്ചസ് നേരിട്ടല്ലേ? അതൊരു വലിയ സ്റ്റോറിയാണ്. ദൈവത്തിന്റെ കൃപയാൽ ഈ ഡാനിയൽ പോയതുപോലെ തീച്ചൂളി കൂടെ കടന്നുപോയി. പക്ഷെ ബാക്കി ചുറ്റുള്ള എല്ലാവർക്കും അറിയായിരുന്നു തീച്ചൂളയാ ഇത്രയും എക്സ്ട്രീം പ്രോബ്ലംസ് ആ. പക്ഷെ അവർ ഡാനിയലിലും കൂടെയുള്ള അവർക്ക് കൂട്ടുകാർക്കും ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു ഫീൽ ചെയ്തവർക്ക്, അവർ ഗോ ത്രൂ ചെയ്തവർക്ക് ഒരിക്കലും ഫീൽ ആയില്ല. വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ബൈബിൾ. അപ്പൊ അതുപോലെ എന്റെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഈ മിറക്കിൾസ് അറിയാം, ദൈവം ചെയ്ത ഓരോ വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും അറിയാം. ബട്ട് ഐ ആം
slowly grasping it one by one. അതെ. കാരണം നമ്മൾ പോകുന്നത് വലിയ ഏതവസ്ഥയാണ്, തീച്ചോളിയാണെങ്കിലും സിംഹത്തിൻ്റെ കുഴിയാണെങ്കിലും ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പീസ് ഉണ്ട്. ഒരു വലിയ അല്ലെ, ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലും ഒരു പീസ് അനുഭവിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ. ശരി. അപ്പോൾ ആ അനുഭവങ്ങളെല്ലാം നമുക്ക് കേൾക്കണം കേട്ടോ. റെമിനൊരു ഗിറ്റാറിസ്റ്റും കൂടാണ് അല്ലേ? യെസ്, ഗിറ്റാർ ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പം വായിക്കുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് റിട്ടൺ സോങ്സ്. അപ്പം അതിന്റെ കൂടെ ഈ ഒരു പാട്ട് ഞാൻ കണ്ടു, അനിൽ അടൂര് പാടുന്ന ഒരു പാട്ട്, കൂടെ നിന്ന് ഗിറ്റാറൊക്കെ വായിക്കുന്നു അല്ലേ? അത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടാണോ? എന്തോ ആ പാട്ട് റെമിൻ എഴുതിയ പാട്ടാണോ? ഞാൻ അത് ഭാഷകളെ ഓരോ വചനം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു, ഓരോ വചനം. അപ്പൊ ഓരോ വചനത്തിലൂടെ പോകുമ്പോഴത്തേക്ക് ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിൽ ഈ നമ്മളെ ഉള്ളിന്നത് നിറഞ്ഞ് അതൊരു പാട്ടായിട്ട് വരും. ആൻഡ് ലേറ്റർ ഓൺ ഇത് ദൈവം തന്ന ഒരു പ്രൊഫറ്റിക് വേയില് ഒരു പാട്ടായിട്ട് അത് ഞാനിപ്പം നടക്കുന്ന ഓരോ സിറ്റുവേഷൻസിനും അതും കൂടെ എനിക്ക് ഗ്രാസ്പും റിലേറ്റും ചെയ്യാൻ പറ്റും. സോ ആ ടൈം എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രൊഫറ്റിക്കലി അല്ലെങ്കിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് പാടിയത് ഇപ്പം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ മൈ കറന്റ് ലൈഫ്. എസെക്കിയേൽ 37 രക്തം, അങ്ങനെ ഒത്തിരി വചനങ്ങൾ എന്നെ ടച്ച് ചെയ്ത വചനങ്ങള് ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അന്നത്തെ പാട്ട് ഇന്നത്തെ ജീവിതാനുഭവമായിട്ട് മാറി. Yes, precisely. So that songs were literally a prophecy. Exactly, yes it was. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കണ്ടായിരുന്നു അനിൽ അടൂരും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. Yes. ഇടയ്ക്ക് 1-2 പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാടാം കേട്ടോ. Of course. എഴുതിയ പാട്ടുകൾ, കാരണം നമ്മുടെ വ്യൂവേഴ്സിനകത്തുനിന്ന് പരിചയപ്പെടാൻ പറ്റുമല്ലോ. Okay. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ പേരൻസിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്തുവായിരുന്നു, നമ്മുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആളുകൾക്കൊന്ന് ഒരു ഇൻട്രഡക്ഷൻ കിട്ടുമല്ലോ. ഫാമിലി, എൻ്റെ പേരൻസ്, മമ്മി പപ്പ, ഒരു അനിയനുണ്ട്. ഹീസ് 10 years younger than me. ആൻഡ് പപ്പ എന്ന് പറയുമ്പം മലങ്കര കാത്തലിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. മമ്മി വാസ് ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, തോട്ടയ്ക്കാട് കോട്ടയം സൈഡാണ്. പപ്പ പത്തനംതിട്ട. അപ്പം അങ്ങനെ അനിയനുണ്ട്. ഞങ്ങള് എല്ലാരും ഞങ്ങൾ 4, we are 1. അപ്പം ദൈവവേലയിലോട്ട് അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ഞങ്ങളെ ആ ഒരു വലിയ പാറയിൽ നിന്ന് ദൈവം വേർതിരിച്ച് ഞങ്ങളെ വിളിച്ചു. And since then we are all together as a family. അപ്പൊ പപ്പായും മമ്മിയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെങ്കിലും റെമിൻ ജനിച്ചതൊക്കെ ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലാണോ, എങ്ങനെയാണ്? No, not at all, uncle. Actually, എൻ്റെ ജന്മം തൊട്ടേ നമ്മള് ജെറമയയിൽ വായിക്കുമ്പോൾ from your childhood, കുഞ്ഞാള് മുതലേ from your mother's womb ഞാൻ നിന്നെ കണ്ടു. I chose you, I saw you, I chose you, I consecrated you, I separated you. Exactly അതുപോലാണ് എൻ്റെ ലൈഫ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ actually I was born dead. When I came out of my mother's womb, I was a stillbirth. Even the doctor who saw the delivery, he was like, "Ini kochinnoru future illa. He's finished." And I'm still birth, and Abgas score was literally 0. അപ്പൊ അബ്ഗാസ് സ്കോർ അത്രയും കുറവായതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അവിടുന്ന് എന്നെ ഞങ്ങൾ മന്ദിരം ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഇത് നടന്നത്, ഡെലിവറി ഓൾ ദാറ്റ് വാസ് ഡൺ. അവിടെ ഞങ്ങളെ മാറ്റി ESI ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ പറഞ്ഞു ഇഫ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ESI ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ പറഞ്ഞു. അപ്പം ഓൺ ദ വേ അപ്പൊ ആ സമയത്ത് ഹർത്താലായിരുന്നു. വെൻ ദിസ് വാസ് ഗോയിങ് ഓൺ, ഹർത്താൽ നടന്നു. ആൻഡ് ഈ ഹർത്താലിന് സമയത്ത് വണ്ടി ഒബ്വിയസ്ലി ഓടാൻ പറ്റത്തില്ല, ആംബുലൻസ് ഒരു വണ്ടിയും. അപ്പം ഞാനും മമ്മിയും, ഞാൻ കുഞ്ഞായിരുന്നില്ല ആ ടൈം, മമ്മിയും എല്ലാരും കൂടെ കാറിലിരുന്ന് ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തു പോയപ്പോഴത്തേക്ക് ഒരു 4 കവല അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടി എല്ലാരും അപ്പം ഹർത്താൽ ആവുക. അപ്പൊ അതിന്റെ ഒരു ഫാസ്റ്റ്നെസ്സിൽ ഒരു വലിയ ലോറിയാണോ ട്രക്കാണോ, ഇറ്റ് ജസ്റ്റ് കെയിം ബൈ. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അത് നേരെ വന്നു. അപ്പം ഡ്രൈവർ ആ ഒരു സ്പീഡിൽ, എൻ്റെ ആ ലൈഫിനെ ഒന്ന് സേവ് ചെയ്യാനായിട്ട് ആ ഒരു സ്പീഡിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഇടിക്കാറായ ആ ഒരു ടൈമിൽ, ഈ ഒരു ആക്സിഡന്റ് ടൈമിൽ ആ ഡ്രൈവർ ഒരു ബ്രേക്ക് ചവിട്ടി. ആ ബ്രേക്കിൽ ആണ് ഐ സ്റ്റാർട്ടഡ് ടു ക്രൈ ഇൻ ദാറ്റ് when that driver just kept the brake. അപ്പൊ അത്രയും സ്ട്രോങ്, അത്രയും മൂവ്മെന്റിലാണ് കരയാൻ തുടങ്ങിയത്. അതൊരു ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Yes, it was.
ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കഴിഞ്ഞില്ല വർഷങ്ങൾ. അവിടുന്ന് പിന്നെ ഞാൻ കരഞ്ഞു തുടങ്ങി. ദേ ബോട്ട് മീ ടു ഹോസ്പിറ്റൽ. അവിടുന്ന് അവർ പറഞ്ഞു ഐ എം ഓൾ ഫൈൻ, ഓക്കെ ആന്ന് പറഞ്ഞു. നെക്സ്റ്റ് എനിക്ക് ജോണ്ടിസ് വന്നു. ജോണ്ടിസ് വന്ന് 2 ലൈറ്റ്, 3 ലൈറ്റ്, 6 ലൈറ്റ്സ്, അങ്ങനെ 12 ലൈറ്റ്സ് ആയി. കുറച്ചപ്പം ഡോക്ടർ മമ്മിയോട് പറഞ്ഞായിരുന്നു, കൊച്ചിത്ര ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ബ്ലഡ് ട്രാൻസ്പ്ലാന്റ്, ബ്ലഡ് മാറ്റണം, ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതൊരു ഫ്രൈഡേ ആണ് പറയുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു ഇത്രയും കുഞ്ഞു കൊച്ചാ, ബ്ലഡ് മാറ്റിയ പിതാവേ ദൈവമേ എനിക്ക് ഈ ഒരു ഇച്ചിരി വിഷമാവുന്ന അമ്മ പറഞ്ഞു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അമ്മ പ്രാർത്ഥിച്ചു, അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ഇത് ഫ്രൈഡേ ഹാപ്പൻഡ്, സാറ്റർഡേ സൺഡേ അവധിയാ. മൺഡേ ഇതേ സെയിം ഡോക്ടർ അതുവഴി നടന്നു വന്നപ്പോഴത്തേക്ക് ഈ ഒരു കൊച്ച് ഈ ഒരു ഇൻക്യുബേറ്ററിൽ അല്ലെങ്കിൽ ഈ ഇവിടെ കിടക്കുന്നത് കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ കൊച്ചെന്തിനാ ഇവിടെ കിടക്കുന്നത്, ഹീസ് ഓൾ ഫൈൻ, എടുത്തുകൊണ്ട് മാറ്റ്, വീട്ടിലോട്ടിട്ടു. സോ 12 ലൈറ്റ്സ് ഉണ്ടായിരുന്നു, ഫുൾ തീർന്നു എന്ന് വെച്ചാൽ ആ ഒരു എത്ര എക്സ്ട്രീം സിറ്റുവേഷനിൽ ദൈവം അവിടുന്ന് മാറ്റി വിടുവിച്ചു. സോ സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഇറ്റ് ഹാസ് ബീൻ ഗോയിങ് ഓൺ. ലേറ്റർ ഓൺ ഇറ്റ് കെയിം അപ്പ് വിത്ത് ആസ്മ. എനിക്കൊരു കുഞ്ഞ് ടൈമിൽ ആഫ്റ്റർ ദിസ് ഒരു കുഞ്ഞാൾ തൊട്ട് എനിക്ക് ആസ്മ സ്റ്റാർട്ട് ചെയ്തു. ആസ്മ എന്ന് വെച്ചാൽ നെബുലൈസർ ഇല്ലാണ്ട് എക്സ്ട്രീം ലെവലില് നെബുലൈസർ ഇല്ലാണ്ട് എനിക്ക് എല്ലാ 3 months അല്ലെങ്കിൽ എല്ലാ സീസൺ ചേഞ്ച് ആവുന്തോറും എന്റെ ബോഡിയിൽ ചേഞ്ചസ് കാണാൻ പറ്റുമായിരുന്നു. അപ്പം സംടൈംസ് പേരൻസ് ഈവൻ ഓർത്ത് കാണുമായിരിക്കും, പറ്റത്തില്ല ആ ഇത്രയും എക്സ്ട്രീം സിറ്റുവേഷൻ. അപ്പം എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ കിടക്കും, എനിക്ക് ആസ്മ വരും, ആസ്മ അറ്റാക്ക് വരും. അങ്ങനെ ഒരു ഡോക്ടേഴ്സിനെ വിളിച്ച് ഞങ്ങൾക്ക് അറിയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നെബുലൈസർ തരും, മെഡിസിൻസ് തരും, അവിടുന്ന് ഹീൽ ആയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആസ്മ ഒരുവിധം കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് സ്കിൻ ഇൻഫെക്ഷൻ, അത് നമ്മുടെ സ്കിൻ അലർജീസ് എന്ന് നമ്മൾ പറയത്തില്ലേ, മെഡിക്കൽ ടേം, യെസ്. സോ സ്കിൻ അലർജി വന്ന് ബോഡി ഫുൾ ചൊറിഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതും ഈ തണുപ്പ് സമയത്ത് ഡിസംബർ ആ ടൈമിൽ ബോഡി ഫുൾ റാഷസ് വരും. അത് കുഞ്ഞിന്നാ തുടങ്ങുന്നത്, വലുതായി ഫുൾ ബോഡി വിൽ ബി റാഷസ്. കുളിച്ചു കഴിയുമ്പോൾ എനിക്ക് ആ ഒരു പെയിന് അൺബെയറബിൾ ആണ്. അങ്ങനെ അത് തുടങ്ങിയപ്പം ജിക്സ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു ദുബായിൽ നിന്ന്. അപ്പൊ പാസ്റ്ററുകള് വന്നു പ്രാർത്ഥിച്ചു. അപ്പൊ എല്ലാ ഡോക്ടേഴ്സ്, പൂനെയിൽ മഹാരാഷ്ട്രയിൽ കാണിക്കാത്ത ഒരു ഡോക്ടർ ഇല്ല ഇതിനു വേണ്ടി. കാരണം എല്ലാ ഇയർ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി. അപ്പൊ അത് ഒരു ടൈം പീരീഡിന് വേണ്ടി വരും, അതുപോലെ അതങ്ങ് പോകും, പിന്നെയും നെക്സ്റ്റ് പിന്നെയും വരും, പിന്നെയും പോകും. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു 12 years വരെ ഇവന് എനിക്ക് ഈ പ്രോബ്ലം കാണും. എക്സാക്ട്ലി ആസ് ദേ സെഡ്, ആസ് ദ പാസ്റ്റർ അങ്കിൾ സെഡ്, 12 years കഴിഞ്ഞപ്പം ഇങ്ങനൊരു സംഭവമേ ഇല്ല. സോ അങ്ങനെ ഒത്തിരി സ്റ്റെപ്സിൽ ചാലഞ്ചസിലൂടെ ഞാനും പാരന്റ്സും കടന്നുപോയി. അങ്ങനെ അവിടെ തൊട്ട് ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയി, ഒന്ന് സ്റ്റേബിൾ ആയി വന്നപ്പോഴാണ്, ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് തിങ്ക് ചെയ്ത് വന്നപ്പോഴാണ് ആക്സിഡന്റ്. അങ്ങനെ നെക്സ്റ്റ് അപ്പൊ ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാണോ ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടായത്, ഒരു ഹീലിംഗ് ഉണ്ടായത്? വന്ന പാസ്റ്റർ. സോ ആ സമയം ആയപ്പോഴത്തേക്ക് പേരൻസ് ഒക്കെ വിശ്വാസത്തിൽ വന്നിരുന്നോ? ആക്ച്വലി അമ്മ 2007 സ്നാനപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. പൂനെ വെച്ചല്ലേ അതോ സിംഗപ്പൂരിൽ വെച്ചായിരുന്നു? സിംഗപ്പൂരിൽ വെച്ചായിരുന്നു. യെസ്, അവിടെ ഒരു IPC ചർച്ച് ഉണ്ടായിരുന്നു, എബിനേസർ മലയാളം ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ്. ആ ചർച്ചിൽ 2 പാസ്റ്റേഴ്സിന്റെ അവരുടെ അണ്ടറിൽ അമ്മ സ്നാനപ്പെട്ടു. അങ്ങനെ ദൈവത്തെ അറിഞ്ഞു. സോ അപ്പം ഈ ഓരോ പാസ്റ്റേഴ്സിനെ, അപ്പം നമുക്ക് അവിടുന്ന് വരുന്ന ഓരോ പാസ്റ്റേഴ്സിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നെ പറ്റി. കാരണം ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, പറയും. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ശരി, യെസ്. അപ്പൊ നമുക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അപ്പം റെമിനെ കണ്ടിന്യൂ ചെയ്യാം, എല്ലാ അനുഭവങ്ങളും പറയാം. കർത്താവ് നടത്തിയത്, ആക്സിഡൻറ്റിൻ്റെ അനുഭവങ്ങൾ കേൾക്കണം, എന്നാലേ വി വാണ്ട് ടു ഹിയർ ഫ്രം യു വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ ലൈഫ്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ്. ചെറുപ്പക്കാർക്കൊക്കെ അതൊരു വലിയ എൻകറേജിങ് ആകും കേട്ടോ. എൻകൗണ്ടേഴ്സ് ഞാനൊരു 2016 നോർമലി മീറ്റിംഗ്സിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ ചർച്ചിൽ ഞങ്ങള് സിംഗപ്പൂരിൽ പോയപ്പോ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ടു ചർച്ച് ഫെലോഷിപ്പ്. അപ്പൊ അങ്ങനെ മമ്മി സ്നാനപ്പെട്ട് കഴിഞ്ഞ് പപ്പ സ്നാനപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു. ആൻഡ് വി ആസ് എ ഫാമിലി വി കെയിം ഇൻ ടു ക്രൈസ്റ്റ്. ആൻഡ് ദെൻ ആ ടൈം തൊട്ടേ യേശുവിനെ പറ്റി അറിയാം, സ്നേഹത്തെ പറ്റി അറിയാം, വചനം കേൾക്കും. ബട്ട്
ആ ക്ലോസ് എൻകൗണ്ടർ. നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം വചനം കേൾക്കും, ഓക്കെ ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയാണ്, ഓക്കെ, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് വാസ് എ ഡിഫറെന്റ് ലെവൽ. അങ്ങനെ ഒരു ദിവസം എനിക്കറിയാവുന്ന ഒരു ഫാമിലി അങ്കിൾ വന്നായിരുന്നു. അപ്പൊ ഒരു പ്രെയർ ടൈമിൽ ജസ്റ്റ് നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കത്തില്ല, അതുപോലെ ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഈ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ നമ്മൾ സ്നാനപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എടുക്കണോ, അല്ലെ അഭിഷേകം ഹോളി സ്പിരിറ്റിന്റെ ആ ഒരു എൻകൗണ്ടർ, എനിക്ക് ഹോളി സ്പിരിറ്റ് അനോയിന്റിങ് വരും, വരാനായിട്ട് നമ്മൾ സ്നാനപ്പെടണം. അപ്പൊ അങ്കിൾ പറഞ്ഞു നോ, നോട്ട് അറ്റ് ഓൾ. ഈ എല്ലാ ജഡത്തിന്റെ മേലും, എല്ലാ കുഞ്ഞു തൊട്ട് എല്ലാ ഏജും, എവ്രി വൺ ഇസ് ഏബിൾ ഓർ കേപ്പബിൾ ഓർ ഇസ് ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആ ഒരു കൃപ, ഒരു സാൽവേഷൻ. അപ്പം അങ്ങനെ ഒരു ലിമിറ്റേഷൻസോ ഒരു റെസ്ട്രിക്ഷൻസോ ഇല്ല. എനി വൺ ക്യാൻ ഹാവ് ദി ഹോളി സ്പിരിറ്റ്. അപ്പൊ ഞാൻ ഈ വേർഡ് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ I know that time ഹോളി സ്പിരിറ്റ് ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. I was interested into, okay, how does this feeling, how can I feel this, how can I have this Holy Spirit in me? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഹോളി സ്പിരിറ്റ്, പാസ്റ്റർ പറഞ്ഞു, there is no restriction, you just have to open your heart, and here I am, I've opened my heart in front of you. എന്റെ ഹൃദയം ഞാൻ സമർപ്പിക്കുന്നു. I want to know you, I want to feel you, I want you to touch me. ഇത്രയും പറഞ്ഞു. ഒരു പാട്ട് പാടി, നെക്സ്റ്റ് പാട്ട് പാടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അല്ല. I started speaking in tongues, I started worshiping God. അവിടെ നിന്നാണ് ഫസ്റ്റ് ലോർഡ്സ് എൻകൗണ്ടർ, എനിക്ക് ഹോളി സ്പിരിറ്റിനെ ജസ്റ്റ് ടച്ച് എനിക്ക് അവിടുന്ന് ഫീൽ ആയി തുടങ്ങിയത്. ആൻഡ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദെൻ അപ്പൊ ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹോളി സ്പിരിറ്റ് ടങ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്, ഓ ഞാൻ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രശ്നം. ഫോർ ദ യൂത്ത്സ് ഹു ഇസ് ലിസ്ണിംഗ് ടു മീ, ഞാൻ ഇങ്ങനെ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഡു യു തിങ്ക് ഐ വിൽ ബി ഏബിൾ ഓർ ആം ഐ വർതി ടു ഹാവ് സച്ച് എ ബിഗ് ലോർഡ്? അല്ലെങ്കിൽ ഇത്രയും പ്യൂരിറ്റിയിൽ ഞാൻ ജീവിക്കുമ്പം ഐ എം അവേ. ദാറ്റ് വാസ് ഡിഫറെന്റ്, ദിസ് ഇസ് ഡിഫറെന്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ? നോ, യു ജസ്റ്റ് ഹാവ് ടു ജസ്റ്റ് സറെൻഡർ യുവർ സെൽഫ്, ജസ്റ്റ് ടു പ്രൊക്ലെയിം. വചനം പറയുന്ന പോലെ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് പ്രൊക്ലെയിം വിത്ത് യുവർ മൗത്ത് that Jesus is the Lord. Believe in your heart. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ then there is no turning back. It's all about you and God. There is no limitations. You just have to just surrender yourself fully to God. That's what David, Samuel, they just surrendered. They just gave. And God, നമ്മൾ surrender ചെയ്യുമ്പോൾ there is time when God leads us. നമ്മൾ ഓരോ മീറ്റിങ്ങിലോ ഓരോ സിറ്റുവേഷനിലോ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഓക്കെ ഇവിടെ പോയാൽ ഇങ്ങനെ കിട്ടും. ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. ദൈവം നമ്മളെ അതുവഴി ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ വഴി കൂടെ പോകുന്നത്. Especially it's for spiritual things. When God is leading you, He has, before you were born, He has a plan for you. So it's a good plan for sure. So God leads you. Just surrender yourself to God and God will do the rest. Yes. അപ്പം അങ്ങനെ ദൈവത്തെ അഭിഷേകം കിട്ടി. അങ്ങനെ 25 December 2016 സിംഗപ്പൂരിൽ സ്നാനപ്പെട്ടു. ആൻഡ് ഫ്രം ദെയർ ഓൺ ഐ സ്റ്റാർട്ടഡ് tasting or experiencing the presence of God. പിന്നെ കുഞ്ഞുനാൾ തൊട്ടേ മമ്മി ഒരു കാര്യം പറയും, വൈകുന്നേരം കുളിച്ച് കഴിയുമ്പോൾ just spend some time with God. പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വചനം വായിക്കുക. സോ കുഞ്ഞുനാളിൽ തൊട്ടേ ആ ഒരു ഹാബിറ്റ് ഉണ്ട്. സോ എവറി ടൈം ഈ ഒരു എൻകൗണ്ടർ കിട്ടിക്കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ഇനഫ് ടൈം ടു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. കാരണം കുളിക്കും, ഒബ്വിയസ്ലി കുളിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് വചനം വായിക്കും. അപ്പം ഈച്ച് ടൈം വചനം വായിക്കും തോറും ഹോളി സ്പിരിറ്റ് പിന്നെ ഓക്കെ ഇങ്ങനെയാണ്, ഈ ഒരു സംഭവം ഇങ്ങനെയാണ്, ഹോളി സ്പിരിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ that was my experience in my childhood. Yes, ശരി. അപ്പം അങ്ങനെ ഒരു പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു നല്ലൊരു അനുഭവം അല്ലെ, എൻകൗണ്ടർ ഉണ്ടായി. ശരിക്കും ക്രിസ്ത്യൻ ലൈഫിൽ എല്ലാ ചെറുപ്പക്കാർക്കും ഏറ്റവും ആവശ്യം അതാ. പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ചർച്ചിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, പാസ്റ്റേഴ്സ് അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധാത്മ നിറവ് ചെറിയ പ്രായത്തിലെ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുമ്പം അവർക്കുള്ള ചലഞ്ചസിനെ ഒക്കെ ജയിക്കാനിടയായിത്തീരും. മോന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, ഇനി അനുഭവങ്ങളൊക്കെ പറയാം, മുമ്പോട്ടുള്ള എല്ലാ അനുഭവങ്ങളും പറയാം, ഞാൻ കേൾക്കാൻ റെഡിയാ. കണ്ടിന്യൂ ചെയ്യാം. അപ്പം എന്റെ ലൈഫ് ഒരിക്കലും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുനാളിൽ പൂനെ ആയിരുന്നു.
അപ്പം എവറി ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ് ഇസ് എ ഡിഫറെന്റ് എൻവയറമെന്റ്, ഡിഫറെന്റ് പ്ലേസ്. എല്ലാം നമ്മള് പറഞ്ഞ പോലെ എല്ലാ വർഷവും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്ന പോലെ എവറി ടേണിംഗ് പോയിന്റ്. ഇപ്പം 7th കഴിഞ്ഞു, ഞാൻ സിംഗപ്പൂരിൽ വന്നു. 10th കഴിഞ്ഞു, ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ടു നമ്മുടെ നാട്ടിൽ വന്നു. നാട്ടിലാണ് 11th 12th ചെയ്ത്. അവിടം കഴിഞ്ഞു, ആൻഡ് ദെൻ ഞാൻ കർണാടകയിലോട്ട് ദൈവം എന്നെ അങ്ങോട്ട് അയച്ചു. സോ ലൈഫ് വാസ് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ. അപ്പം നമ്മുടെ വെൻ യു സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ്, it is not you who decides every single time. You decide things, of course, choice is yours, but there are some things, or there are some places that God leads you to for you to learn. അപ്പൊ അതൊരു ട്രെയിനിങ് പീരിയഡ് ആണ്. ദൈവം നമ്മളെ ഓരോ സിറ്റുവേഷനിലും ഓരോ പ്ലേസസിലും ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കർണാടകയിൽ പോയി, എന്റെ കോളേജ് എല്ലാം അവിടെ കഴിഞ്ഞു. അങ്ങനെ 3rd ഇയർ ആയപ്പോഴാണ് എനിക്ക് ലൈഫ് വാസ് അറ്റ് ദ പീക്ക് മൂമെന്റ്. പേരൻസ് ആർ NRI, ഇനഫ് ഫ്രണ്ട്സ്, എല്ലാം ഇറ്റ്സ് പെർഫെക്റ്റ് മൂമെന്റ് ഓഫ് ലൈഫ്. അപ്പം ആണ് ഇങ്ങനെ ചർച്ചിൽ പോയപ്പോ അതിന് മുമ്പ് ഞാൻ വിഷൻസ് കാണാൻ തുടങ്ങി, ആൻഡ് ഐ ഗോട്ട് സ്കെയർഡ്. അപ്പം ഞാൻ ഇങ്ങനെ ചർച്ചിൽ ചെന്നൊരു പാസ്റ്റർ അങ്കിൾ, ഞാൻ തിങ്ക് 2-3 മീറ്റിംഗ്സ് ആണ് പാസ്റ്ററിനെ കാണുന്നത്. പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ ഫ്രാൻസിസ് എന്നാണ്. അപ്പൊ പാസ്റ്റർ എന്നോട് പറയുന്നത്, രമൻ, നീ ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് വിൽ ബി ലൈക്ക് ദിസ് സ്ട്രേറ്റ്. ദൈവം അതിനെ അപ്സൈഡ് ഡൗൺ തിരിക്കും. And this is not for your destruction, but it's for the name of the Lord to be seen through your life. അങ്ങനെ അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഒരിക്കലും നെഗറ്റീവ്, എനിക്കൊരു ഇതുണ്ടായിരുന്നു, നെഗറ്റീവ് കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് പറയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രൊഫസി കേൾക്കുമ്പോൾ അത് പ്രൊഫസി അല്ലായിരുന്നു. ഹി ജസ്റ്റ് പ്രേഡ് ഫോർ മീ ആൻഡ് ഹി ടോൾഡ് മീ ദിസ്. അങ്ങനെ പാസ്റ്ററുകൾ ഇത് പറഞ്ഞു കഴിയുമ്പം ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 2-3 ടൈംസ് മാൻ ഓഫ് ഗോഡ് എന്നോട് പറഞ്ഞു, ദൈവം നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ആക്സിഡന്റ് വരും, അങ്ങനെ പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഐ ഹവ് സീൻ വിഷൻസ്. ആഫ്റ്റർ ഓൾ ദിസ് തിങ്സ് ഹാപ്പൻഡ്, ഇറ്റ് വാസ് 31st October 2023. അപ്പൊ 31st October നെക്സ്റ്റ് ഡേ വാസ് കർണാടക മഹോത്സവ്. ന്യൂ ഇയർ എന്ന് പറയത്തില്ലേ നമ്മള്, കർണാടകയുടെ ന്യൂ ഇയർ. അപ്പം ആ ഒരു ടൈമിൽ ദിസ് ഹാപ്പൻഡ്. അപ്പൊ ഈ ആക്സിഡന്റുകള് ഞാൻ പോസ്റ്റിങ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം പുറകെ നിന്നൊരു എന്റെ വണ്ടി ഹിറ്റ് ചെയ്തു. ആൻഡ് ദെൻ ഞാൻ അവിടെ നിന്ന് തെറിച്ച് എന്റെ തല ഡിവൈഡറിന്റെ മുകളിൽ ഇടിച്ചു. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ തല ഡിവൈഡറിന്റെ മുകളിൽ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ വാസ് കോൺഷ്യസ്. എനിക്ക് ഇത്രയും മാത്രമേ ഓർമ്മയുള്ളൂ. ഐ ഗോട്ട് അൺകോൺഷ്യസ്. പിന്നെ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഒരു ആക്സിഡന്റ് ആയ സമയത്ത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇഫ് യു ആർ വിത്ത് എ ഫാമിലി ഓർ ഇൻ യുവർ കേസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പക്ഷെ ഈ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം എന്നെ സംരക്ഷിക്കാൻ ദൈവം അവന്റെ ദൂതന്മാരെ അയക്കും നമ്മൾ വചനത്തിൽ കേൾക്കുന്നുണ്ട്. അതുപോലെ അൺഎക്സ്പെക്ടഡ്ലി 2 പേര്, ഐ ഡോണ്ട് ഈവൻ നോ ഹൂ ദേ ആർ, ബട്ട് 2 ചെറുപ്പക്കാര് അവരെന്നെ അവരുടെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഐ വാസ് അൺകോൺഷ്യസ്. അപ്പം ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് നോ മൂവ്മെന്റ്, നത്തിങ്, നോ റെസ്പോൺസ്, ഇൻ എ വേ അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പം ഇത് വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലിലുള്ളവർക്ക് മനസ്സിലാവും, ഈ ഈവനിങ് ടൈമിലാണ് ഷിഫ്റ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ആഫ്റ്റർനൂണിൽ മോർണിംഗ് ഷിഫ്റ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി ഹോസ്പിറ്റൽ റഷ് നടക്കുക. അപ്പൊ ആ സമയത്ത് ദൈവത്തിന്റെ ഒരു ഫേവർ എന്ന് പറയാലോ, ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു ആ ടൈമിൽ, രജി ബ്രദർ എന്ന് ഒരു അങ്കിള. അപ്പം പുള്ളി ഇങ്ങനെ കണ്ടു, ആൻഡ് ഹി just treated me. He did all the things that was needed at that time. He's a very talented like man who is doing this. അങ്ങനെ ആ അങ്കിള് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പം ഈ ഒരു സംഭവം നടക്കുമ്പോ by in reality everyone is saying my heart rate is down, ഒരു മൊമെന്റും ഇല്ല, ഫുള്ളി അൺകോൺഷ്യസ് ആണ്. ഇൻ ഷോർട്ട്, I was dead. I was still dead. ഓക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് ഒരു ഡിവൈൻ ലൈക്ക് എനിക്ക് ഐ കുഡ് സീ വിഷൻസ്. എനിക്ക് യേശുവിനെ കാണായിരുന്നു. ഈ ഒരു ഇങ്ങനെ സിറ്റുവേഷൻ നടക്കുമ്പോൾ നമുക്ക് അകത്തൊരു പേടിയില്ലേ, എന്തോ ഒരു സ്കേർഡ്നെസ്. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ യേശുവിനെ കണ്ടു, ആൻഡ് ഐ ഹേർഡ് ദിസ് വോയിസ്. അത് നമ്മള് ഈ ഫോട്ടോയിൽ കാണുന്ന പോലോ
അല്ലെങ്കിൽ ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. നമ്മൾ മനസ്സിൽ ഓർക്കത്തില്ല, നമുക്കൊരു ഐഡിയ കാണും, ഓക്കെ യേശു ഇങ്ങനെ ഇരിക്കും ത്രൂ വെബ് സീരീസ് ടു എനിവെയർ. ബട്ട് ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ആക്ച്വലി റെവലേഷൻസ് ഞാനത് എന്റെ മുമ്പ് വായിച്ചിട്ടില്ല, ബട്ട് റെവലേഷൻസിൽ ഹൗ ഹി ഈസ്, അതുപോലെ ആ ഒരു ശബ്ദം, ആ ഒരു ഫേസ്, ആ ഒരു ഗ്ലോറി, ഇതൊക്കെ നമുക്ക് ഞാൻ അതങ്ങനെ കണ്ടു. ആൻഡ് ഈ കണ്ടതിന്റെ കൂടെ ഞാൻ ഇങ്ങനെ ശബ്ദം കേട്ടു, പേടിക്കണ്ട, ഡു നോട്ട് ഫിയർ, ഐ ആം വിത്ത് യു. അപ്പം ദ മൊമെന്റ് ഐ ഹേർഡ് ദാറ്റ് വോയിസ് ഇറ്റ് സെൽഫ്, ഐ വാസ് ആ ഒരു ആ ഒരു പീസ് എന്ന് പറയത്തില്ല, ആ ഒരു പീസ് ആണ്. അപ്പം ഇത് ഐ ഫെൽറ്റ് ഇറ്റ് ദാറ്റ് ടൈം. അപ്പം ഞാൻ അൺകോൺഷ്യസ് ആ. വേൾഡ് വൈസ് നോക്കിയാൽ എന്റെ പേരൻസിനെ പറ്റി ഒരു അറിവും ഇല്ല. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ പാരന്റ്സിനെ നോക്കി. ഫസ്റ്റ് തിങ് പാരന്റ്സിനോട് എന്റെ ഒരു സ്റ്റാഫ്, ഞങ്ങളുടെ ടീച്ചർ ഉണ്ടായിരുന്നു, സാറ് വിളിച്ച് മമ്മിയോട് പറയുക, റെമിൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഹീസ് ഇൻ സിവിയർ കണ്ടീഷൻ, വി നീഡ് എ പെർമിഷൻ ടു ഇൻറ്റുബേറ്റ് ഹിം. അപ്പം അമ്മ ഒരു നേഴ്സാണ്. അപ്പൊ അമ്മ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് 3 years ആയിട്ട് അമ്മ ഗോയിങ് ത്രൂ. അപ്പൊ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആ, അത്രയും എക്സ്ട്രീം സിറ്റുവേഷനിലാണ് അമ്മയ്ക്ക് അവിടുന്ന് മനസ്സിലായി. അങ്ങനെ ദൈവം സഹായിച്ച് അവിടെ കൊണ്ടുപോയി. പിന്നെ അവര് മമ്മിയും പപ്പയും കൂടെ അവിടെ കർണാടക എത്തിയപ്പോഴത്തേക്ക് അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞു കണ്ടീഷൻ ഒത്തിരി ക്രിട്ടിക്കലാ, ഒരു മൊമെന്റും ഒരു റെസ്പോൺസും ഇതുവരെ ഇല്ല. സോ ഇവര് ഓരോ നെഗറ്റീവും മമ്മിയോട് പറയുമ്പോൾ, പപ്പയോടും മമ്മിയോടും പറയുമ്പം അവര് ആ സമയത്ത് ഞാൻ ലൈക്ക് ദേ വുഡ് ജസ്റ്റ് ചേഞ്ച്, ആ ഒരു ഇത് അവര് പ്രൊക്ലെയിം ചെയ്യും അവരുടെ മൗത്ത് കൊണ്ട്. ഓക്കെ, അപ്പം ഈ പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഡോക്ടേഴ്സ് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഇത് മമ്മിയോട് പപ്പയോട് പറയുമ്പം അവർ പറയുന്നു, ഇല്ല, ഹി വിൽ മൂവ്, ജീസസ് ഇസ് സ്റ്റിൽ അലൈവ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അവരൊറ്റ കാര്യം ആ സമയത്ത് സജസ്റ്റ് ചെയ്തുള്ളൂ, എന്നെ സർജറിയിലോട്ട്, ഒരു സർജറി ഉണ്ട്, പക്ഷെ അതും 50-50 ചാൻസ്, ഓർ ദർ ഇസ് 10-15% ചാൻസ്. പക്ഷെ അത് ചെയ്താലും എത്രത്തോളം റിക്കവർ ആകുമെന്ന് അവർക്ക് ഒരു എന്തുവാ പറയുന്നത്, ദേ കാൻ പ്രോമിസ് ദാറ്റ് ഐ വിൽ ബി 100% റിക്കവേർഡ്. പിന്നെയും കോമ സ്റ്റേജിലിരിക്കാം, ബർത്ത് ലൈക്ക് ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കാം, ഇനിയും എഴുന്നേറ്റാലും ബോധം വന്നാലും നടക്കാൻ പറ്റത്തില്ല. കാരണം ആ സമയത്ത് എന്റെ ചെവിന്ന് ഹെഡ് ഹെമറേജ് ആയി. ഇപ്പം തലയിൽ നീര് വെച്ചു, ഇവിടം ആ സ്കൾ പോലും പൊങ്ങി, ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു തലയിൽ. അപ്പം അതിന്റെ കൂടെ എന്റെ ലെഫ്റ്റ് ചെവിന്ന് സ്പൈനൽ ഫ്ലൂയിഡ്, ഇറ്റ് വാസ് ലീക്കേജ്, ബ്ലഡും ഫ്ലൂയിഡും ലീക്ക് ആവുമായിരുന്നു. അപ്പം ആ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കും, പ്രത്യേകിച്ച് നമുക്ക് വലിയായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ബട്ട് ലെറ്റ്സ് ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. ആ ഒരു സിറ്റുവേഷൻ ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവര് പറഞ്ഞു, ഇത് കഴിഞ്ഞു. ലേറ്റർ ഓൺ വാട്ട് ഹാപ്പൻസ് ഇസ്, ആക്സിഡന്റ്, ഇപ്പം ഇവര് പറയുന്ന സർജറി ചെയ്യാം, സർജറി എന്ന് പറയുന്ന ടൈം ഓൾമോസ്റ്റ് ഒരു 6 to 7 hours-ന്റെ ആ ഒരു 3 to 6 hours ആ ഒരു ടൈമിലാണ് സർജറി പറ്റുന്നത്. ഇവര് എല്ലാം കഴിഞ്ഞു. ആൻഡ് ഈ സർജറിയോട്ട് കയറ്റുന്ന ഒരു ദിവസം മുമ്പ് സിംഗപ്പൂരിലെ ഒരു ആന്റി, അവിടെ ഹുബ്ലി സൈഡില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഹി വാസ് എ പ്രൊഫസർ. അപ്പം ഞാൻ ഈ ആക്സിഡന്റ് ആയിരിക്കുന്ന ഈ സംഭവം ആക്ച്വലി അങ്കിൾ, ഇത് വേൾഡ് വൈഡ് ഒത്തിരി പേര് അറിഞ്ഞു. ഇതൊരു ഫേസ്ബുക്ക് പേജോ വാട്സാപ്പ് വഴി ഇത് ഇങ്ങനെ ഷെയർ ആയി മെനി പീപ്പിൾ ഫ്രം ഓൾ തിങ് ഇസ്രായേൽ, അങ്ങനെ ഒത്തിരി പ്ലേസിൽ നിന്ന് ഒത്തിരി പേര് അറിഞ്ഞു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് പ്രേയിങ്. അപ്പം ഐ എം നോട്ട് ഹിയർ, ഐ ക്യാൻ സേ ദാറ്റ് വൺ മോർ ടൈം, അപ്പാർട്ട് ഈ എന്റെ കഴിവിനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾസ് പ്രേയർ. അപ്പം അങ്ങനെ ആ ഒരു ലൈഫ് ഇത് കഴിഞ്ഞു. അങ്ങനെ ഇവര് പ്രാർത്ഥിച്ചു. അപ്പം ഈ പാസ്റ്റർ അങ്കിളും ഈ ആന്റി ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പാസ്റ്റർ അങ്കിൾ രാത്രി ഇരുന്ന് പ്രേ ചെയ്യുക അബൌട്ട് മീ വെൻ ഹി സോ ദിസ് മെസ്സേജ്. ഹീസ് പ്രേയിങ് ആൻഡ് അവിടെ ആ ബെഡിന്റെ സൈഡിൽ ഹി ജസ്റ്റ് കിടന്നുപോയി. ഹീസ് ഓൾഡ്. അപ്പൊ കിടന്നുപോയ ആ ടൈമിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, പാസ്റ്റർ അങ്കിൾ ഡ്രീം കാണുക ദാറ്റ് യേശു പാസ്റ്റർ അങ്കിളുടെ അടുക്ക വന്നിട്ട് പാസ്റ്ററോട് പറയാ, ഡു നോട്ട്, പേടിക്കണ്ട, ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കുന്നു. What I'm supposed to do, I've done that already. He's fine. Don't please take rest. Don't worry.
അറ്റ് ദ സെയിം ടൈം സിംഗപ്പൂരിൽ വേറൊരു ആന്റി ഉണ്ട്, ഞങ്ങളുടെ ചേർച്ചിൽ വരുന്ന EMF എബിനിസം ഫെലോഷിപ്പിൽ വരുന്ന ചേർച്ചിൽ. അപ്പം ആ ആന്റി ഒരു വിഷൻ കണ്ടു, യേശുവും ഏഞ്ചൽസും ഒരു റൂമിന്റെ അകത്ത്, എന്ന് വെച്ചാൽ ആ സർജറി റൂമിന്റെ അകത്തോട്ട് യേശുവും ഏഞ്ചൽസും വരുന്നുണ്ട്. ആൻഡ് ഫോർ ദ മിറക്കിൾ ഓഫ് ഗോഡ്, അങ്കിൾ ഇവര് എടുത്തത് എന്നെ അകത്തോട്ട് കയറ്റുമ്പോ അവര് പറഞ്ഞത് ഇറ്റ് വിൽ ടേക്ക് 3 to 6 hours. കാരണം ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇവര് ബ്രെയിൻ കട്ട് ചെയ്ത് സ്കല്ലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവര് എക്സ്പെക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഡോക്ടർ എക്സ്പെക്ട് ചെയ്ത് ഒന്നും ബ്രെയിനിലില്ല, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പൊ 3 to 6 hours പറഞ്ഞ ഈ ഒരു ടൈം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവര് 2 hours കൊണ്ട് ഇത് തീർത്തു. 1 hour 45 minutes, 2 hours കൊണ്ട് മൈ സർജറി വാസ് കംപ്ലീറ്റഡ്. ഓക്കെ, ആൻഡ് ദെൻ സർജറി കംപ്ലീറ്റ് ആയപ്പോ അവര് പറയുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒന്നും, ഒരു പ്രോബ്ലം ഇന്നത്തെ വന്നിട്ടില്ല സോ ഫാർ. ഓക്കെ, അങ്ങനെ ആ ഒരു പാർട്ട് കഴിഞ്ഞു. ആൻഡ് ദെൻ ഐ വാസ് നോട്ട് റെസ്പോണ്ടിങ് ഫോർ 1 to I think 3 to 4 days. സർജറി കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അപ്പം ഓരോ ദിവസവും ലൈക്ക് ഡോക്ടർ സ്റ്റാഫ്സും നഴ്സസ് ഒക്കെ വരും. അപ്പം സർജൻസ് ആൻഡ് ഡോക്ടേഴ്സ് അവർ പറയുന്നത് ഇത് ഈ കണ്ടീഷൻ ഒത്തിരി വേഴ്സാ, ഇനി റെമൻ റിക്കവർ ആവാൻ ഒരു ചാൻസും ഇല്ല. ഹി ഈസ് ഫിനിഷ്ഡ് ഇൻ മെഡിക്കൽ ടേംസ്, ഹി ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ആ സമയത്ത് ഇവര് ഓരോ കാര്യം പറയുമ്പോഴും എന്റെ മമ്മി പപ്പ ഇപ്പം പറഞ്ഞു ആ ഒരു മൊമെന്റും ഇല്ല. അപ്പം അമ്മ പറയുന്നത് ഹി ഈസ് ഹീൽഡ്, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം. അപ്പം എല്ലാ ദിവസവും രാവിലെ എല്ലാവരും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുമ്പം മൈ മദർ യൂസ് ടു എൻറ്റർ മൈ റൂം സേയിങ് റെമിൻ ടു ജീസസ് ഇസ് സ്റ്റിൽ അലൈവ്. ആൻഡ് ഡോക്ടേഴ്സ് ഓരോ ദിവസം ഇപ്പൊ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ ഇവർ വന്ന് ഒരു നെഗറ്റീവ് പറയുമ്പം അമ്മ അതവിടെ കട്ട് ചെയ്യും, സ്പിരിച്വലി ഷീൽ കട്ട് ഇറ്റ്. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന പേരൻസ്, യു ഹാവ് ദി അതോറിറ്റി ഇൻ യുവർ മൗത്ത്. You have blessings and curses both in your mouth itself. അപ്പം ഡോക്ടേഴ്സ് അവരുടെ വാങ്ങേണ്ട റിയാലിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പറയുമ്പം മമ്മി അത് കട്ട് ചെയ്തിട്ട് ദിസ് ഇസ് റൈറ്റ്. അങ്ങനെ ഇത് സംഭവിച്ചു. അങ്ങനെ 4 to 5 days കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് മൂവിങ് മൈ ഫിംഗർ. അപ്പൊ ജസ്റ്റ് ഒരു മൊമെന്റ് പോലും ഇല്ല, വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കും എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഫിംഗർ മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ വിരലിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് ഹോൾഡിങ്, എഴുന്നേക്കാൻ തുടങ്ങി ആൻഡ് ഓൾ ദിസ് തിങ്സ്. അപ്പം മൈ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വാസ് ഓൾ ടൈറ്റ്. വെൻ ഐ കെയിം ടു മൈ കോൺഷ്യസ്നെസ് എന്റെ കൈയും കാലും കെട്ടി വെച്ചേക്കുക, ബിക്കോസ് ഇറ്റ് വാസ് ഓൾ ഫിനിഷ്ഡ്. അപ്പം എണ്ണീറ്റു ഞാൻ വന്ന് കഥക് തുറന്നു, വാർഡിൽ എഴുന്നേറ്റ് മമ്മിയുടെയും പപ്പായുടെയും ഫേസ് നോക്കി. അപ്പം I didn't tell them anything, we didn't talk, but I understood something is somewhere wrong. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് റിക്കവർ. അങ്ങനെ ഒരു 6 months 1 year ടൈം എടുക്കും എന്ന് പറഞ്ഞത്, ഇറ്റ് ജസ്റ്റ് ടുക്ക് മീ ജസ്റ്റ് 24 days ടു വാക്ക്. ആൻഡ് ഈ വാക്കിംഗ് ടൈമിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരൊക്കെ വരുമ്പം നെഗറ്റീവ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹി കാൻ വാക്ക് പ്രോപ്പർലി, ഒരു സൈഡിലോട്ട് ബാലൻസ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റർ, എന്റെ ഇയറിന് ഫ്ലൂയിഡ് വന്നു. അപ്പം ഇയർ ഇംബാലൻസ് എല്ലാം പ്രോബ്ലമാറ്റിക് ആണ്. പിന്നെ ബ്രെയിൻ സർജറി കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ടേക്സ് ടൈം. ബട്ട് ജസ്റ്റ് എവറി ടൈം ദേ സെഡ് നെഗറ്റീവ്, പാരന്റ്സ് again and again they cut it and then they said positive. ബ്ലഡ് ഓഫ് ജീസസും കൊണ്ട് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവര് വിൽ ബി ഹീൽഡ്, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം. അങ്ങനെ ഒരു വചനം പറഞ്ഞ് ഓരോ പാട്ടുകൾ വചനങ്ങളും കൊണ്ട് I don't know. They're not doing it to me. They are just praying it, and God is recovering me. God is healing me. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആൻഡ് ലാസ്റ്റ് ഈവൻ ഈ നെഗറ്റീവ് പറഞ്ഞ സർജൻസ്, ഇന്റേൺസ്, ഡോക്ടേഴ്സ്, അപ്പം എന്റെ കോളേജായിരുന്നു. അപ്പം അവരെല്ലാവർക്കും എന്നെ അറിയാം. ഈ നെഗറ്റീവ് പറഞ്ഞ അതേ ഡോക്ടേഴ്സ് തന്നെ അവരുടെ മാങ്ങുണ്ട്, ഓ ദിസ് ബോയ് ഇസ് എ മിറക്കിൾ, നിങ്ങൾ സേവിക്കുന്ന ദൈവം സത്യമാണ്. അവരുടെ വാങ്ങുകൊണ്ട് തന്നെ ദി പ്രൊക്ലെയിംഡ് ഇറ്റ് അങ്ക്. സോ the people who have no knowledge, even they have seen, when I was not even aware of it, they have seen that Jesus is alive. അപ്പോൾ നമ്മുടെ യൂത്ത്സ്, നമ്മള് sometimes we don't have to work a lot, just people will see who the Lord we are serving by just our life itself, the way we walk. So അങ്ങനെ ഇവർ നടന്നു, like 24 days I was recovered, നടന്നു.
ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ പറഞ്ഞ് നടക്കാൻ പറ്റില്ല, അവരുടെ മുമ്പിൽ നടന്നു. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻഡ്. അപ്പം തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ഒരു പാട്ടുണ്ട്, വിലയേറിയ രക്തത്താൽ എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്, തകരപ്പെട്ടൊരു നാൾ ഞാൻ കിടന്നപ്പോഴും, നഷ്ടങ്ങൾ ഓരോന്നായി വന്നപ്പോഴും, തകർക്കപ്പെട്ടൊരു നാൾ ഞാൻ കിടന്നപ്പോഴും, നഷ്ടങ്ങൾ ഓരോന്നായി വന്നപ്പോഴും, എന്നാൽ എന്നെ യേശുവൻ കയ്യിൽ പിടിച്ച്, എന്നാൽ എന്നെ യേശുവിൻ കയ്യിൽ പിടിച്ച് നടത്തിടുന്ന കൃപ എനിക്കു മതി. അപ്പം it was not the prayers of the pastor uncle, it was not the prayers of the people, if it was not God, then who else? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈവൻ എനിക്ക് ആ സമയത്ത് ഇൻറ്റുബേഷൻ ആയിരുന്നു. ഇൻറ്റുബേഷൻ ചെയ്തിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പം ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചർച്ചിൽ പോകുന്ന ഷാജൻ പാസ്റ്റർ, ജോളി പാസ്റ്റർ, ബിബിൻ പാസ്റ്റർ, ഇവരൊക്കെ അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ സെൽ ഗ്രൂപ്പ്, ഇവരൊക്കെ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ഇൻറ്റുബേറ്റിംഗ് മീ. അപ്പം ഒരു നേസൽ ട്യൂബും കൊണ്ട് ഇൻറ്റുബേഷനിൽ നിന്ന് പിന്നെ കൈ പോലും അനക്കാതിരിക്കുന്ന എന്റെ പേരൻസ് എന്നെ കാണുമ്പോൾ, അവിടെ നമ്മൾ ഓരോ ടൈം കഴിക്കുമ്പോൾ, ഓരോ വേർഡ് സംസാരിക്കുമ്പോൾ, ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ് ഓർ ബിഗ് ഡീൽ ഫോർ ദം. സോ ഗോഡ് ഹാസ് ബോട്ട് മീ ദാറ്റ് ഫാർ. പിന്നെ നെക്സ്റ്റ് ഫസ്റ്റ് സർജറി കഴിഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു, ഇറ്റ് വാസ് ഗുഡ്. തിരിച്ചു വന്നു. അപ്പം എന്റെ ക്രേനിയോട്ടമിയാ ചെയ്ത, എന്റെ ബ്രെയിൻ സ്കൾ എടുത്തു. ബിക്കോസ് ഹെമറേജ് ആയതുകൊണ്ട് 3 months to 6 months വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ലേറ്റർ ഓൺ ഇറ്റ് വാസ് 3 months. അപ്പം ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് കോൺഷ്യസ്നെസ് കെയിം, നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുമ്പം, ഈ സർജൻ തന്നെ മമ്മിയോടും പപ്പയോടും പറഞ്ഞു, വെൻ യു കീപ് ദിസ് സ്കൾ ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ്, ഇത് ഫ്രീസറിലാണല്ലോ ഈ സ്കൾ വെച്ചേക്കുന്നത്. അപ്പം വെൻ യു കീപ് ദ ബോൺ ബാക്ക്, ചിലപ്പോൾ അത് മിസ്മേർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം ബ്ലഡ് ഫ്ലോ ബാക്ക് ടു ദ നോർമൽ സ്റ്റേറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ചാലഞ്ച് പറഞ്ഞപ്പോഴും അപ്പം ഇവിടുന്ന് തിരിച്ചു പോയി, ഡിഡ് മൈ സെക്കൻഡ് സർജറി. ഇറ്റ് വാസ് ഓൾ എ മിറക്കിൾ. ആൻഡ് ഫോർ വൺ മോർ തിങ് ഐ ലെഫ്റ്റ് ഔട്ട് അങ്കിൾ, ഈ സർജറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബൈറൈറ്റ് കിട്ടേണ്ട ഒരു സർജൻ ഉണ്ടായിരുന്നു. ലൈക് ദേ ഹാഡ് അപ്പോയിന്റഡ് മീ എ സർജൻ ആ ഒരു ടൈമിൽ. അപ്പൊ ഈ സർജൻ അവിടുന്ന് മാറ്റി, ഈ ദൈവത്തിന്റെ ഫേവറിന് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യേണ്ട ആ സർജനെ അവിടുന്ന് മാറ്റി, ദ ബെസ്റ്റ് സർജൻ ഓഫ് ദി ഹോസ്പിറ്റൽ, ദ ഗുഡ് സർജൻ ഓഫ് ദി ഹോസ്പിറ്റൽ, എക്സ്പീരിയൻസ്ഡ്. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ഗോഡ് ന്യൂ യു എന്ന് വചനം പറയുന്ന പോലെ, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ഇത് നമ്മളെ അറിയിച്ചു, അല്ലെങ്കിൽ വേണ്ടതൊക്കെ ദൈവം ഓർഗനൈസ് ചെയ്തു ബിഫോർ എനിവൺ ഈവൻ ന്യൂ അബൌട്ട് ദിസ്. ആൻഡ് സർജറി ചെയ്തു വന്നു. ആഫ്റ്റർ മൈ ഫസ്റ്റ് സർജറി ഒബ്വിയസ്ലി ICU-ലായിരുന്നു. ഞാൻ അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു ICU-ല്. ആ സമയത്ത് അങ്കിൾ, യു വോണ്ട് ബിലീവ്, ICU-ന്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് ആയി, ഇലക്ട്രിസിറ്റി വാസ് ഓൾ ഗോൺ. അപ്പൊ ആ ടൈമിൽ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പം ഫ്രണ്ട്സില് എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ക്ലാസ്മേറ്റ്, അവനായിരുന്നു അവിടെ എനിക്ക് വേണ്ടി രാത്രിയില് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ കറണ്ട് പോകുന്ന കാര്യം ഇവൻ കണ്ടു. അപ്പൊ ഇവർക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, ബിക്കോസ് ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പം ആ ഒരു ഗ്ലാസിന്റെ സൈഡിൽ നിന്ന് പുറത്തിരിക്കുക. അപ്പൊ ഇവൻ കണ്ടപ്പോ എല്ലാവരും ഈ കറണ്ട് പോയി ICU എല്ലാരും ഓടിക്കൊണ്ടിരിക്കുമ്പം, he saw a man who is walking around my bed, intubate. നമ്മള് ഓക്സിജൻ ആംബു ബാഗും കൊണ്ട് ആ സമയത്ത് ഓക്സിജൻ കൊടുത്തു. അപ്പൊ ഹീസ് ജസ്റ്റ് മൂവിങ്, എന്നെ ആംബു ബാഗും കൊണ്ട് പ്രസ് ചെയ്ത്, ഹീസ് ജസ്റ്റ് ഹെൽപ്പിംഗ് മീ. ഐ എം അൺകോൺഷ്യസ്, ഇറ്റ്സ് ലേറ്റ് നൈറ്റ്, nobody has time to do anything. ആ ടൈമിൽ ഇവൻ ഈ ഒരു ആള്, അപ്പം അവൻ ഒരു നോൺ ബിലീവറാണ്. അപ്പം അവനായിട്ട് എന്നോട് പറയുന്ന, റെമിൻ, ഐ ജസ്റ്റ് സോ, അവൻ ഇങ്ങനെ ഒരു ആള് നിന്റെ ചുറ്റും നടന്നു പോകുന്നത് അവൻ ഇങ്ങനെ കണ്ടു. കറണ്ട് വന്ന അതേ മൂമെന്റിൽ
അവൻ പറയുന്നത് ഈ ആളെ പിന്നെ കാണാനില്ല. ആൻഡ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ആണല്ലോ, വി ഹാവ് ബീൻ ദർ. അപ്പൊ ഇങ്ങനെ ഒരാൾ സ്റ്റാഫിൽ ആരെയും അവൻ അറിയത്തില്ല. സോ അവൻ അവിശ്വാസി അല്ലെങ്കിൽ നോൺ ബിലീവർ ആയിരിക്കുന്ന അവൻ, അതായത് റെമിൻ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അല്ലേ? യെസ് യെസ്. അപ്പൊ അവിടെ ഉള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു നോൺ ബിലീവർ ആയിട്ടുള്ള വിശ്വാസി അല്ലാത്തൊരു മോനാണ് ഇത് കാണുന്നത്. കറണ്ട് പോയപ്പം നമ്മുടെ ബെഡിന്റെ ചുറ്റും ഒരാൾ നടക്കുന്നു. എനിക്ക് ആംബു ബാഗും കൊണ്ട് ഓക്സിജൻ സപ്ലൈ ചെയ്തിട്ട് ഹീസ് വാക്കിംഗ് അറൌണ്ട് ചെക്കിംഗ് ഇഫ് ഐ എം ഫൈൻ. സാധാരണ അങ്ങനെ കറണ്ട് പോയാൽ തന്നെ അതൊരു വലിയ ഡേഞ്ചറസ് കണ്ടീഷനാണ്. കാരണം നമ്മൾ വെന്റിലേറ്ററിലോ ICUയിലോ ഒക്കെ കിടക്കുന്ന ആളുകൾക്ക്, നമ്മളിപ്പം തന്നെ കേട്ടു ട്രിവാൻഡ്രത്തൊക്കെ മെഡിക്കൽ കോളേജിലെ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടായിട്ട് അത് ICUയിലൊക്കെ കിടന്നവർക്കൊക്കെ അപകടമുണ്ടായി മരിക്കുകയൊക്കെ ചെയ്തിട്ട് സംഭവം നമ്മൾ കേട്ടില്ലേ? അങ്ങനെ എത്രയോ ഇടത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്സിജൻ സപ്ലൈ നിൽക്കാം, അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ മെഷീനും ഓഫ് ആവുകയില്ലേ? സാധാരണ അതിന്റെ ബാക്കപ്പ് കാണത്തില്ലേ? സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം തന്നെ ഓഫ് ആയി പോകുമ്പോൾ അല്ല, അതിന് ബാക്കപ്പ് കാണത്തില്ല സാധാരണ. ജനറേറ്റർ അങ്ങനെ ഉള്ളൊരു ബാക്കപ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ വെൻ യുവർ വെന്റിലേറ്റർ ഇസ് നോട്ട് വർക്കിംഗ്, ആംബു ബാഗ് ഇസ് ദി ഓൺലി ചാൻസ്. അപ്പം അതല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു സിറ്റുവേഷൻ അവൻ ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞു. അപ്പം അവൻ തന്നെ അവൻ തന്നെ അത് ടെസ്റ്റിഫൈ ചെയ്തു, ദിസ് ഇസ് ദി ഏഞ്ചൽ ഓഫ് ഗോഡ്. കറക്റ്റ്. സോ അങ്ങനെ അവൻ പറഞ്ഞു. അങ്ങനെ ഓരോ മിറക്കിൾസ്, എവ്രി ഡേ വാസ് എ മിറക്കിൾ ആ ടൈമിൽ. ഈവൻ എന്റെ സ്കൾ എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ക്രേനിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്ക് വെൻ യു കീപ് ദ സ്കൾ ബാക്ക്, ആ ടൈമിൽ പിന്നെ ഇൻഫെക്ഷൻ ഇത്രയും പ്രോബ്ലം ആവും. പക്ഷെ ഈ സ്കളില് തിരിച്ചെന്റെ സെക്കൻഡ് സർജറി കഴിഞ്ഞപ്പം പോലും ഇറ്റ് വാസ് ഓൾ ഫൈൻ. അഗൈൻ ഞാൻ ആ വിലയേറിയ രക്തം ഞാൻ പാട്ട് പാടി. ഇറ്റ് വാസ് എ പ്രൊഫസി. ദ സെക്കൻഡ് തിങ്, എസെക്കിയേൽ 37, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ എന്ന് പിതാവാൻ ദൈവം എസെക്കിയേൽ പ്രവചനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പാട്ട് എഴുതിയായിരുന്നു, നാഥന്റെ ആത്മാവാൽ നാഥന്റെ ശ്വാസത്താൽ എന്റെ അസ്ഥികളും ജീവിക്കും. സോ I didn't know why I sang it, when did I sing it. പക്ഷെ അതും അനിൽ പാസ്റ്റർ ദേവദാസൻ അത് എൻ്റെ പാടിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾ എ മിറക്കിൾ ഓഫ് ഗോഡ്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, അസ്ഥികൾ എങ്ങാനും ജോയിൻ ബാക്ക് ചെയ്തില്ലെങ്കിൽ ദെൻ ദ നെക്സ്റ്റ് സർജറി, ദ നെക്സ്റ്റ് പ്രൊസീജിയർ, ഇൻഫെക്ഷൻസ് വരും. പക്ഷെ ആ ഒരു ജീവിപ്പിക്കുന്ന ദൈവം, ആ ഒരു നാഥന്റെ ആത്മാവാൽ അസ്ഥികളും ജീവിച്ചു പോയി ആ ഒരു സിറ്റുവേഷൻ. ഇറ്റ് വാസ് ഓൾ എ മിറക്കിൾ. ദൈവത്തിന് സ്തോത്രം. ഞാനേ മോനെ സിംഗപ്പൂരിലായിരുന്നു, ആക്സിഡന്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഓർമ്മ വന്നു. ഈ സിംഗപ്പൂർ എബനേസർ മലയാളി ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്റർ വർഗീസ് പാസ്റ്റർ എനിക്ക് ഈ ആക്സിഡന്റിന്റെ വിവരം റെഗുലർ അപ്ഡേറ്റ് തന്നുകൊണ്ട് മെസ്സേജ് ഇടുമായിരുന്നു. ഐ വാസ് ട്രൈങ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഓർത്ത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും മോന് വേണ്ടി പ്രാർത്ഥിച്ചവരിൽ ഒരാളാണല്ലോ. അന്ന് മെസ്സേജസ് കിട്ടുമ്പോൾ നമുക്ക് പേഴ്സണലി അറിയത്തില്ലെങ്കിൽ പോലും ഈ വർഗീസ് പാസ്റ്റർ എനിക്ക് എല്ലാ അപ്ഡേറ്റ്സും ഇങ്ങനെ ഇട്ട് തരുമായിരുന്നു. അതായത് 2023 അല്ലേ, 2023 October 2023. പിന്നെ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് 2 നവംബർ 2023 ഒരു മെസ്സേജ് വന്നു. ബ്രദർ റെമിൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർണാടകയിൽ ബെൽഗാമിൽ 4-ാം വർഷ MBBS വിദ്യാർത്ഥിയും അതോടൊപ്പം സുവിശേഷകനും ഗാനരചയിതാവുമായ ബ്രദർ റെമിൻ മാത്യു മല്ലപ്പള്ളി വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അതിൻ്റെ താഴെ പാസ്റ്റർ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇട്ടു. നമ്മുടെ സഭയിലാണ് റെമിനെ സ്നാനപ്പെടുത്തിയത് സിംഗപ്പൂരിൽ വെച്ച്. ഇപ്പോൾ അവർ ഫാമിലിയായിട്ട് നാട്ടിൽ തിരിച്ചുപോയി എന്ന് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് കിട്ടും. സോ വി ആർ പ്രേയിങ് ഫോർ യു അറ്റ് ദാറ്റ് ടൈം. ഐ ആം ഗെറ്റിംഗ് ഗൂസ് ബംസ് ബിക്കോസ് ഇത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ സിംഗപ്പൂരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. ഞാൻ പാസ്റ്ററുടെ ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ എനിക്ക് പിന്നെ 3 നവംബറിന് പിന്നെയും മെസ്സേജ് ഇട്ടു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് സർജറി സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റിപ്പോർട്ടഡ് നോ ബിഗ് പ്രോബ്ലം ആസ് എക്സ്പെക്ടഡ്. റെമിൻ ഹാസ് ബീൻ മൂവ് ടു ദ ICU. കീപ് റിമെയിൻ ഇൻ യുവർ പ്രേയേഴ്സ്. പിന്നെ അതിൻ്റെ ഒരു മലയാളം വെർഷൻ പിന്നെ ഞാനതിൻ്റെ റിപ്ലൈയും കൊടുത്തു കേട്ടോ. വി ആർ പ്രേയിങ്, ദൈവം വേഗത്തിൽ വിടുവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു റിപ്ലൈയും കൊടുത്തു. പിന്നെ അഗെയിൻ ഓൺ 6 നവംബർ ഹി സെൻഡ് മി എ മെസ്സേജ്. നവംബർ 6 മണിക്ക്
അപ്ഡേറ്റ് ഓഫ് ബ്രദർ റെമിൻ. എല്ലാ റീഡിങ്ങും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സർജറിക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പ്ലാനുണ്ട്. ഇപ്പോഴും മയക്കത്തിലാണ്. പ്രതീക്ഷിച്ചതും വേഗത്തിൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ട്യൂബ് ഫീഡിങ് തുടങ്ങി. റീഡിംഗ് എല്ലാം വളരെ നന്നായിരിക്കുന്നു. ആദ്യ 2 ദിവസം വളരെ ക്രിട്ടിക്കലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാലും ലോകമെമ്പാടും ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഒരു മടങ്ങിവരവ് ദൈവം കൊടുത്തു. പ്രത്യാശ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ദൈവം കൊണ്ടുവന്നു. ദയവായി ദൈവമക്കൾ തുടർന്നും പ്രാർത്ഥിക്കുക. എനിക്ക് ഗൂസ് ബംപ് വരുന്നു കേട്ടോ. സോ ഐ വാസ് പാർട്ട് ഓഫ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് ഐ പ്രേഡ് ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഫോർ യു ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഗോഡ് ബ്രോട്ട് യു ഇൻ അവർ ചാനൽ. ഇതും ദൈവത്തിന്റെ ഒരു നീതിയാണ് അല്ലേ? കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ, ഈ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ തന്നെ അനേകരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പാസ്റ്ററുകളെ. അപ്പം ഐ എം സോ താങ്ക്ഫുൾ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ് ഇസ് നോട്ട് ബൈ മൈ സ്ട്രെങ്ത്. MBBS പഠിക്കുമായിരുന്നു അവിടെ. ഫോർത്ത് ഇയർ ആയിരുന്നു. സോ ആഫ്റ്റർ റിക്കവർ ആയി കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ചെയ്തോ? എന്ത് ചെയ്തോ അതിന് ശേഷം? ഐ കുഡന്റ് ഡു ഇറ്റ്. കാരണം ആന്റി എപ്പിലെറ്റിക് ഡ്രഗ്സ് അങ്ങനെ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫോർ ദ ടൈം ബീയിങ് ഇപ്പോഴും ബ്രെയിനിൽ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ജസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തു. മെഡിസിൻസ് എടുക്കുമ്പം സ്ലീപ്പ് ഡിപ്രിവേഷൻസ് അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. യെസ് കറക്റ്റ്. അപ്പം സോ ഫോർ ദ ടൈം ബീയിങ് മാനേജ്മെന്റ് സൈഡിലോട്ടാണ് വന്നത് പാസ്റ്റർ. ഐ ബിലീവ് ഗോഡ് ഹാസ് ദൈവം അതിനെ സഹായിക്കും. ഇത്രത്തോളം ദൈവം ഒരു അത്ഭുതം ചെയ്തില്ലേ? പ്രത്യേകിച്ചും ആസാദി വന്ന് ഈ ടെസ്റ്റ് മണി പറയാൻ വേണ്ടി ദൈവം ബലത്തോടു കൂടെ നിർത്തിയില്ലേ? ഇതൊന്നും ചെറിയ കാര്യമല്ലല്ലോ. എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ വൈഫ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ മമ്മി പറഞ്ഞെന്ന്, കുറച്ച് ദിവസം മുമ്പ് ഒരു ദൈവദാസൻ വിളിച്ചിട്ട് ഒരു പ്രോഫസി പറഞ്ഞല്ലേ? ഒരു 3 അക്ഷരമുള്ള ഒരു ചാനലിൽ ടെസ്റ്റ് മണി പറയുന്നു. ആസാദി 3 അക്ഷരം. അപ്പൊ അതും ദൈവം എന്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ലേ? കാരണം നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്യുമല്ലോ. ആസാദിയിലേറെ പിന്നെ വിളിച്ച് ടെസ്റ്റ് മണി പറയിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു ദൈവദാസം വിളിച്ചിട്ട് ദൂത് പറഞ്ഞു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ആസാദി ചാനലിനെ കുറിച്ചും അങ്ങനെ ഒരു കാര്യം ദൈവത്തിന്റെ ഫേവർ കാണിച്ചല്ലോ എന്നോർത്ത് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെസ്റ്റ് മണി സെഷനിൽ തന്നെ ഒരു സിസ്റ്ററോട് പറയാനിടയെ തുടർന്ന് നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഇത്ര നല്ലവനാകുന്നൊരു ദൈവത്തെ അറിയാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. നമുക്കിപ്പോൾ സൗഖ്യം കിട്ടിയോ വിടുതൽ കിട്ടിയോ ഇതൊന്നുമല്ല. ഇത്ര നല്ലവനാകുന്നൊരു ദൈവത്തെ അറിയാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ലോകത്തിൽ എത്രയോ മനുഷ്യർക്ക് ഈ സൗഭാഗ്യമില്ല. സത്യം അറിയാതെ, ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയാതെ അവരിങ്ങനെ അങ്ങ് ജീവിക്കുക അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു തോന്നലല്ല, ഒരു അറിവല്ല. ദൈവം വാസ്തവത്തിൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് രാവിലെ വേറൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു യങ്ങായിട്ടുള്ളൊരു പാസ്റ്ററായിരുന്നു. സോ അദ്ദേഹം പറഞ്ഞു, ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ വെൻ വി ലീവ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്, അങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വന്നു, നമുക്ക് 2 രീതിയിൽ ജീവിക്കാം. ദൈവരാജ്യം വരുമെന്നുള്ള ആന്റിസിപ്പേഷനോട്, പ്രതീക്ഷയോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ജീവിക്കാം. പക്ഷെ യേശു പറഞ്ഞു, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് രണ്ട് ലൈഫ് സ്റ്റൈലാണ്. ചിലർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നു, ചിലർ ഇപ്പം തന്നെ കിങ്ഡം ഓഫ് ഗോഡിൽ അങ്ങ് ജീവിക്കുക. അത് ഭയങ്കര ഭാഗ്യമുള്ളൊരു ജീവിതമാണ്. കിങ്ഡം ഓഫ് ഗോഡിൽ ജീവിക്കുന്നതോട് അതിന്റെ പീസ് അനുഭവിച്ച്, കൊടുങ്കാറ്റിന്റെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിൽ അതിന്റെ പീസ് അനുഭവിച്ച്, സത്യത്തിൽ ആ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ അല്ലേ, തീച്ചുളയിലൂടെ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല എന്തോ സംഭവിക്കുന്നുള്ളത്. അത് കിങ്ഡം ഓഫ് ഗോഡിന്റെ പീസാ. യു ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഗ്രേസ് ഓഫ് ഗോഡ് അങ്കിൾ. കാരണം അത്രയും വലിയൊരു ഭാഗ്യം യേശു ആ ഒരു സാൽവേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, സാൽവേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദ വെൻ യു ആർ ഇൻ ദ സാൽവേഷൻ, ദ തിങ്സ് യു എക്സ്പീരിയൻസ്, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ്. കർത്താവ് അത്ര നല്ലവനാ. സോ എന്തെങ്കിലും വിട്ടുപോയ മിസ്സായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കൊരു പാട്ടുകൂടെ കേൾക്കണം, 1-2 ലൈനും കൂടെ കേൾക്കണം. മിസ്സായിട്ടുള്ള വർഷങ്ങളെ I just wanted to thank people who have prayed for me in the church. Shadan Church Pastor, Bin Pastor, each or not just one, every single person. There's a lot of people who prayed.
ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് ദം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇനി മുമ്പോട്ടും എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി യൂസ്ഫുൾ ആവാനുണ്ട്. ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ്സ് നോട്ട് ബൈ സ്ട്രെങ്ത്, ഇറ്റ് ഇസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ഐ ബിലീവ്. അപ്പം യൂസ്ഫുൾ ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഐ നീഡ് യുവർ പ്രേയേഴ്സ്, നീഡ് യുവർ ബ്ലെസ്സിങ്സ്. യെസ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? ഞാൻ ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ. പക്ഷെ എനിക്ക് ഈ ഒന്ന് വിലേറിയ രക്തത്താൽ വിടുവിച്ചോന്, വിലേറിയ രക്തം. അപ്പം സെക്കൻഡ് നാഥന്റെ ആത്മാവാൽ, നാഥന്റെ ശ്വാസത്താൽ. ഇത് ഞാൻ ഒരു ദിവസം എസെക്കിയേൽ 37 ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഐ വാസ് ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്. അങ്ങനെ പാടിയതാ. നാഥന്റെ ആത്മാവാൽ, നാഥന്റെ ശ്വാസത്താൽ എന്നസ്തികളും ജീവൻ വെച്ചല്ലോ. നാഥന്റെ ആത്മാവാൽ, നാഥന്റെ ശ്വാസത്താൽ എന്നസ്തികളും ജീവൻ വെച്ചല്ലോ. ആലറുന്ന ചെങ്കടലും വഴി മാറുന്നു, ഞാൻ കാണാത്ത കാര്യങ്ങളും സാധ്യമാകുന്നു. അങ്ങനെ നാഥന്റെ ആത്മാവാൽ, വിലേറിയ രക്തം, അങ്ങനെ പാട്ട്. ആൻഡ് ദെയർസ് മെനി മോർ ബട്ട് ഐവ് ഗോട്ടൻ സം പാർട്സ് ഓഫ് ഇറ്റ്. കാരണം നമ്മൾ ഓരോ വചനം ദൈവം ഒരു ലെവൽ ബൈ ലെവൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ടൈമിൽ തരും. അങ്ങനെ ഈ പാട്ടുകൾ വല്ല റെക്കോർഡ് ചെയ്ത് അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ടു സോങ്സ് മാത്രമേ ഉള്ളൂ പാസ്റ്റങ്ങളെ. പിന്നെ കോളേജായി അങ്ങനെ ആ 2 സോങ്സ് ആ ടൈമിൽ, അതും അൺഎക്സ്പെക്ടഡ്ലി ആണ് അനിൽ പാസ്റ്റർ, അല്ലൊരു മാൻ ഓഫ് ഗോഡ്, പാസ്റ്ററെ കോൺടാക്ട് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പം അങ്ങനെ പാട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വിൽ ഡു ഇറ്റ്. അങ്ങനെ പാസ്റ്റർ അത് മുമ്പോട്ട് കൊണ്ടുപോയി അങ്ങനെ റെക്കോർഡിങ് ചെയ്തു, പാടി. ശരി, അതിന്റെ ലിങ്ക് യൂട്യൂബ് ലിങ്ക് ഉണ്ടല്ലോ അല്ലേ? യെസ് ഉണ്ട്. സോ പീപ്പിൾ ക്യാൻ വാച്ച് ദാറ്റ്. Of അതെ. എനിക്ക് ദൈവത്തിന് പിന്നെ ഞാൻ നന്ദി പറയുക. പ്രത്യേകിച്ച് ഇത്ര യങ് ഏജിൽ. എത്രാമത്തെ വയസ്സിൽ പാട്ട് എഴുതി ആദ്യത്തെ പാട്ട്? ഐ തിങ്ക് ഇറ്റ് വാസ് 1920 ആ ഒരു ഏജിലായിരുന്നു. അതെ, Yes, 1920. ചെറിയ പ്രായത്തിലെ പാട്ട് എഴുതാനൊക്കെ സാധിച്ചു. തന്നെയല്ല, പാസ്റ്റർ ഇട്ട ആ മെസ്സേജിന്റെ അകത്തെ പാസ്റ്റർ പറഞ്ഞത് MBBS സ്റ്റുഡന്റ് അനാൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞു, ഒരു സുവിശേഷകൻ, ഒരു യുവാവായ സുവിശേഷകൻ, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഒരു പാസ്റ്റർ അങ്ങനൊരു മെസ്സേജ് ഇടണമെങ്കിൽ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചെറിയ പ്രായത്തിലെ കർത്താവിനെ അറിയുവാൻ, കർത്താവിൻ്റെ ഒരു സുവിശേഷകൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ടുകൾ എഴുതുവാനൊക്കെ കർത്താവ് സഹായിച്ചുവല്ലോ. ബാല്യത്തിലെ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ പദ്ധതി ഉണ്ടെന്ന്. കാര്യങ്ങളെ കർത്താവ് ഇനിയും ചെയ്യും, അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവ് ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി റെമിനി തന്നെ പ്രാർത്ഥിക്കാം. എനി ലാംഗ്വേജ്, മലയാളത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷിലായാലും പ്രാർത്ഥിക്കാം കേട്ടോ. ഫോർ അവർ വ്യൂവേഴ്സ് ചുരുക്കമായിട്ടൊന്ന് മുൻ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇത് പ്രാർത്ഥിച്ചാട്ടെ. പറയാനായിട്ട് there are many hard things, or there are many distractions in our spiritual life. There's many warfares, but when you choose God will make a way. നമ്മുടെ തോട്ട്സ്, അതെനിക്ക് റീസെന്റ് ഞാൻ പ്രാർത്ഥിച്ച സമയത്താണ് അതൊരു വചനം വായിച്ചായിരുന്നു. ആസ്ക് ത്രൂ ഹിം ഹു ഈസ് ഫാർ മോർ അബണ്ടന്റ്ലി ദാറ്റ് യു മേ ആസ്ക് ഓർ തിങ്ക്. സോ വെൻ വി ആർ പ്രേയിങ്, അപ്പൊ പ്രെയർ ഇസ് നോട്ട് ജസ്റ്റ് ഇൻ അവർ വേർഡ്സ്. നമ്മൾ സംസാരിക്കുന്ന, ഓക്കെ, സ്വർഗീയ നല്ല പിതാവേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയാണ്. അതിന്റെ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. നമ്മൾ അറിയുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം, ഹി നോസ് അവർ ഹാർട്ട്. സോ ഹി ഈവൻ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഓരോ തോട്ട്സും, സം ആർ വെരി വറിഡ്. ഓക്കെ, ഫ്യൂച്ചർ എന്താകും, മുമ്പോട്ട് എന്താ പോകണ്ടേ. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. കാരണം 7th സ്റ്റാൻഡേർഡിലാണ് പൂനെ ടു സിംഗപ്പൂരിൽ പോകുന്നത്. ന്യൂ പ്ലേസ്, ന്യൂ പീപ്പിൾ. അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി 10th കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോഡ് ബോട്ട് മീ ബാക്ക് ടു ഇന്ത്യ, കേരള. അപ്പം ഹി വോക്സ് യു ത്രൂ ദ റോഡ് വിച്ച് യു വുഡ് ഹാവ് നെവർ ഇമാജിൻ. പക്ഷെ when you ask or when you think, oh, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇതെന്നെ കൊണ്ട് എങ്ങനെ പറ്റും, not just you saying it, is God hearing your prayers, your thoughts as a prayer is going to God. അപ്പം എപ്പോഴും വചനം വായിക്കുക. no matter what you are doing,
again, there are many things, like there are many chances to live in a sinful life ഈ ഒരു ടൈം പീരിയഡിൽ. Just get rooted in the word. Even if you are sinning, even if you are in the wrong direction, spend some time, കുറച്ച് moment, ഒരു word. I'm not telling you to read, spend whole day, just a little time. Just give it to God, and the peace that you feel at that moment of time, it is far more abundant and precious than any other things you can do. So please continue to carry on with God, live with God, feel, experience the presence of God. Because when you have the presence of God, you can see visions. Presence of God il nammade senses, 5 senses open out. So try to live in the presence of God. Yes. പ്രാർത്ഥിക്കാം മോനെ, നിനക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്വർഗീയ നല്ല പിതാവേ, അപ്പൊ ഈ ഒരു നല്ല സമയത്തിനാണ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Father, thank you, Lord. I surrender each individual who is listening to this prayer, Father, each family, Abba, Father. Abba, I believe that who is supposed to hear, you are giving it to them the right manna, the right things at the right time, Lord. I believe, Father. Abba, when they are hearing this testimony, Father, Abba, no matter the challenges they are going through, Father, I want them to know that they are not alone, Father. Please be with them, Father. Lead them into a life of victory over sin, Father. Abba, I pray for each individual. Lead them into a life of victory over sin, Holy Spirit. Be their guide, Holy Spirit. Be their counselor, Holy Spirit. Because if it's not you, who else can do it, my Lord? If it's not you, who else can do it, Father? Thank you, Lord, Father. I surrender your man of God, Pidave. Katave, let this situation, whatever your man of God is doing, let this come into a blessing, Father, for everyone who is hearing it. പിതാവേ, ഇത് മഹത്വത്തിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം പോലെ കർത്താവേ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മെടുക്കല്ല പിതാവേ, അങ്ങയുടെ ഹിതം, അങ്ങയുടെ മഹത്വം കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ അങ്ങ് കർത്താവ്, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് you knew our name, Father. Abba, like you have a good plans for us and not plans to hurt us, Father. Let your good plans be revealed in our life, Holy Spirit. I surrender all into your hand. I give this blessed time into your hand, Father. All I ask in Jesus Christ's name. Amen. Amen. May the Lord, Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen. താങ്ക് യു മോനെ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനി അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി നിർത്തട്ടെ. അനേക യൗവനക്കാർ റമിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിനെ പിന്നെയും രുചിച്ചറിയുവാൻ ഇടയായി തീരട്ടെ. അനേക യൗവനക്കാർ ഇതുപോലെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഇടയായി തീരട്ടെ. അതൊക്കെ നമ്മുടെ ആഗ്രഹം. ഇത്ര പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.